ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നിധിയെയും കൂട്ടിക്കൊണ്ട് സാന്ദ്ര ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. നിധിയെ അന്വേഷിച്ച് അവിടെല്ലാം നോക്കുന്ന സുധീഷിന് ഫോണിലൊരു മെസ്സേജ് കാണും. ഞാൻ സാന്ദ്രയുടെ ക്ഷേത്രത്തിലോട്ട് പോയിരിക്കുവാണ്, സുധീഷിനെ പറയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണും. ആ സമയത്ത് നിധി പോയപ്പോഴത്തേക്ക് സുധീഷ് പറയും, ഇനിയിപ്പോൾ എന്തോ ചെയ്യും, നിധി പോയതുകൊണ്ട് താഴോട്ടിറങ്ങി ചെല്ലാനും പറ്റത്തില്ലെന്ന് കരുതി. അങ്ങനെ ആരും ഇല്ലെന്ന് കരുതി സുധീഷ് താഴോട്ടിറങ്ങുമ്പോൾ രാജീവിനും അരുണും അവിടുന്ന് കമ്പനിയിലെ കണക്കുകളൊക്കെ അക്കൗണ്ട്സ് എല്ലാം ചെക്ക് ചെയ്യാണ്. ആ സമയത്ത് സാന്ദ്ര ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് ഹേമയാണ് നിഹാരിയെ സ്കൂളിലേക്ക് ആക്കാൻ പോകുന്നത്. ഡ്രൈവർ ഇല്ലാത്തത് കാരണം അവരിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് സുധീഷ് താഴോട്ടിറങ്ങി വരുമ്പോൾ സുധീഷിൻ്റെ അടുത്ത് രാജീവ് പറയും, ഏട്ടോ ഡ്രൈവറെ താൻ മാഡത്തിനെയും മോളെയും കൂട്ടിക്കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ പറയും. ശരിക്കും ഒരു ഡ്രൈവറിനോട് പെരുമാറുന്ന രീതി തന്നെയാണ് സുധീഷിനോട് പെരുമാറുന്നത്. സുധീഷിന് അവിടെ വെച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് സുധീഷ് സ്കൂളിലോട്ട് പോവുകയാണ്. അവിടം വരെയാണ് നമ്മൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർഭാഗമാണ് ഇന്ന് പറയുന്നത്. ഹരീഷിൻ്റെ ഫോണിലോട്ട് നീതുവിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. മെസ്സേജ് വരുന്ന സമയത്ത് ശബ്ദമൊക്കെ ഇങ്ങനെ മെസ്സേജിൻ്റെ ട്യൂൺ കാണിക്കും. ആ സമയം നോക്കുമ്പോൾ നീതു ആണ് മെസ്സേജ് അയക്കുന്നത്. സുധീഷ് കിടന്നുകൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്. അപ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് ഉറങ്ങിക്കിടക്കുമല്ലോ, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് കരുതി ഹരീഷ് ഫോൺ കൊടുത്തോണെങ്കിൽ പുറത്തോട്ട് പോവുകയാണ്. എന്നിട്ട് ചോദിക്കും, എന്താ ഹരീഷേ, ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഒന്നും ഇല്ല എന്ന് പറയും. അത് എല്ലാവരും കൂടി കിടന്ന് ഉറങ്ങുമല്ലേ, ആ സമയത്ത് മെസ്സേജിൻ്റെയൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവർക്ക് സംശയമാവുമെന്ന് പറയും. ഇപ്പോഴും എല്ലാവരും ഒരുമിച്ചാണോ കിടന്നുറങ്ങുന്നത്? അതിനെന്താ കുഴപ്പം? ഞങ്ങളെല്ലാവരും ഹോളിൽ പാവിരിച്ച് ഒരുമിച്ചാണ് കൊച്ചിലെ തൊട്ട് അങ്ങനെ ഉറങ്ങുന്നതെന്ന് പറയും. ഓ അങ്ങനാണോ, ശരി, എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, വീഡിയോ കോളിൽ വരാം. ഹരീഷ് ഇപ്പോൾ പുറത്ത് നിൽക്കില്ലേ എന്ന് പറയും. അത് ഇപ്പോൾ വിളിക്കണ്ട എന്ന് പറയും. അതിനെന്താ, ഇപ്പോൾ എല്ലാവരും ഉറങ്ങി കാണത്തില്ലെന്ന് പറയും. ഹരീഷ് പുറത്തോട്ടിറങ്ങി നിൽക്കുമെന്ന് പറയും. അങ്ങനെ നീതു വീഡിയോ കോളിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഹരീഷും നീതുമായിട്ട് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് നികേഷ് എഴുന്നേൽക്കുന്നത്. നികേഷ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഹരീഷിനെ കാണത്തില്ല. ഈ സമയത്ത് ഇപ്പോൾ ഹരീഷേട്ടൻ എവിടെ പോകാനാ എന്ന് പറഞ്ഞ് പുറത്തോട്ട് നോക്കുമ്പോൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന കാണും. ഉടനെ നികേഷ് മാറിയെന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഹരീഷ് ഒത്തിരി നേരം സംസാരിക്കുന്നു. അപ്പോൾ നികേഷിന് മനസ്സിലാവും ഇതൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നില്ല, അത് ഈ സമയത്ത് ഏതെങ്കിലും പെൺകുട്ടി ആയിരിക്കുമെന്ന് പറയും. നീതു എന്നുള്ള കാര്യം നികേഷിന് അറിയാമല്ലോ. അങ്ങനെ ഫോണൊക്കെ ചെയ്യുമ്പോൾ നികേഷ് മാറിയെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഫോൺ സംസാരിച്ച് തീർന്ന് തിരിഞ്ഞ് നോക്കുന്നത് നികേഷിൻ്റെ മുഖത്തോട്ടാണ്. നോക്കുമ്പോൾ നികേഷ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. നീ ഉറങ്ങിയില്ലേ? ഉറങ്ങിയെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലല്ലോ. ഹരീഷേട്ടൻ ഈ രാത്രി ആരോടാണ് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? അതെൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്. ഈ രാത്രിയിലോ? അതെന്താ രാത്രി ഫ്രണ്ടിനോട് സംസാരിച്ചൂടെ? ഹരീഷേട്ടൻ നിപ്പും നോട്ടമൊന്നും കണ്ടിട്ട് അതൊരു സുഹൃത്തായിരിക്കത്തില്ല. ഏത് സുഹൃത്തിനെ വിളിച്ചത്? അതെന്ന് പറയുമ്പോൾ ഹരീഷിനൊക്കെ ചമ്മലും നാണമൊക്കെ വരും. അത് ചോദിക്കും, ഞാൻ പറയട്ടെ ഹരീഷേട്ടൻ ആരെയാണ് വിളിച്ചതെന്ന്? ആരെയാ? നീതുവിനല്ലേ വിളിച്ചതെന്ന് ചോദിക്കും. അത് നിനക്കങ്ങനെ മനസ്സിലായി? എനിക്കറിയാമല്ലോ, എന്നാലും നീതുവിനെ സമ്മതിക്കണം. ആരോടും നേരെ ചൊവ്വയൊന്നും ചിരിക്കാത്ത ഹരീഷേട്ടൻ ഇത്രയും മാറ്റിയെടുക്കാൻ നീതുവിന് കഴിഞ്ഞല്ലോ എന്ന് പറയും. ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയും. എങ്കിൽ നമുക്ക് കിടന്നുറങ്ങാം. പെട്ടെന്ന് വന്ന് കിടന്നുറങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ ഇനി സുഭാഷേട്ടനും ഹരീഷേട്ടനെ കാണാതെ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നത്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അങ്ങ് ഹാളിലോട്ട് പോയി കിടന്നുറങ്ങും. അതിനുശേഷം നിധിയും ഹേമയും അരുണും രാജീവും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ അവർ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷേട്ടൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. ആ സമയത്ത് നിധി പറയും, അവിടെ എനിക്കൊരു പ്രശ്നവും ഇല്ല അച്ഛാ, ഞാൻ സന്തോഷമൊക്കെ ഇരിക്കുന്നതെന്ന് പറയും. അപ്പോഴും ഹേമ പറയും, എന്നാലും മോളെ നിന്നെ അവിടുത്തെ സ്ഥിതി ചെന്ന് അച്ഛൻ ഇവിടെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒരു ദിവസം അച്ഛനവിടെ താമസിച്ചെങ്കിലും നീ എത്രത്തോളം അവിടെ അഡ്ജസ്റ്റബിളായിട്ട് താമസിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയും. എനിക്കൊരു പ്രശ്നവും ഇല്ല അമ്മേ എന്നൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. നിധിയെ ഫുഡ് കഴിച്ചതിന് ശേഷം നിധിയെ കാണാത്തതുകൊണ്ട് സുധീഷ് താഴോട്ട് വന്ന് നോക്കുമ്പോൾ അവരെല്ലാവരും കൂടി ഹാളിൽ സംസാരിക്കുകയാണ്. എനിക്ക് സംസാരിക്കട്ടെന്ന് കരുതി സുധീഷ് അങ്ങ് റൂമിൽ പോയി കിടന്ന് ഉറങ്ങും. കുറച്ച് കഴിഞ്ഞിട്ട് നിധി വരത്തില്ല. ആ സമയത്ത് സുധീഷ് അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ആ സമയത്ത് സംസാരമെല്ലാം കഴിഞ്ഞിട്ട് നിധി റൂമിലോട്ട് വരികയാണ്. റൂമിലോട്ട് വരുന്ന സമയത്ത് സുധീഷ് ഉറങ്ങിയെന്ന് കരുതി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ലൈറ്റൊക്കെ ഇട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്യും. അപ്പോഴത്തേക്ക് സുധീഷ് അങ്ങ് എഴുന്നേൽക്കുവാണ്. അല്ല, സുധീഷ് ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഉറങ്ങിയില്ല, ഞാൻ കുറച്ച് നേരം നിധിയെ നോക്കിക്കൊണ്ടിരുന്നു, നിധിയെ കണ്ടില്ല, അതുകൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയെന്ന് പറയും. അത് സാരമില്ല, ഉറക്കം വന്നാൽ ഉറങ്ങണം എന്ന് എഴുതി. ഞാൻ താഴോട്ട് വന്നപ്പം നിധി അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വന്നപ്പം അവരെന്നോട് കുറച്ച് നേരം സംസാരിച്ചായിരുന്നു എന്ന് പറയും. എനിക്ക് സുധീഷ് ഉറങ്ങിക്കോ എന്ന് പറയും. അങ്ങനെ അവർ കിടന്ന് ഉറങ്ങും. രാവിലെ ആകുമ്പോഴത്തേക്ക് നിധി എഴുന്നേറ്റിട്ട് എല്ലാവർക്കും നിധിയുടെ വകയായിട്ടാണ് രാവിലെ ചായ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം അച്ഛന് തന്നെ ചായ കൊണ്ട് കൊടുക്കും. അപ്പോൾ ചോദിക്കും, ഇതെന്താ മോളെ, ഇന്ന് മോളാണോ ചായ ഇട്ടത്? അച്ഛനത് കുടിച്ച് നോക്കുമ്പോൾ നല്ല ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റുള്ള നല്ലൊരു ഇഞ്ചി ചായ ഇട്ട് കൊടുക്കും. കൊള്ളാവില്ല മോളെ, ഇഞ്ചിയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഞാനിട്ടതാ. അങ്ങനെ ഹേമയ്ക്ക് കൊടുക്കും, സാന്ദ്രയ്ക്കൊക്കെ കൊടുക്കും. അങ്ങനെ എല്ലാവരും കുടിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറയും.
നീ അങ്ങനെ പാചകം ചെയ്യുന്ന പതിവില്ലല്ലോ, ഇതിപ്പോൾ എന്ത് പറ്റി? അതെ, ഇത് ഞാൻ സുഭാഷ് ചേട്ടനിൽ നിന്ന് പഠിച്ചതാണ്, ഇഞ്ചി ചായ ഇടാൻ. ഓ, അവിടെ നീ തന്നെയാണോ പാചകം? ഏയ്, ഞാൻ പാചകം ചെയ്യത്തില്ല. ഞാൻ എന്തെങ്കിലും സഹായിക്കാൻ ചെന്നാൽ തന്നെ സുഭാഷ് ചേട്ടൻ പറയും, വേണ്ട മോളെ, ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന ജോലിയുള്ളെന്ന്. എല്ലാ ജോലിയും സുഭാഷ് ചേട്ടൻ ചെയ്തു വെച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കത്തില്ല. ഞാൻ സഹായിക്കാൻ ചെന്നാൽ പോലും സുഭാഷ് ചേട്ടൻ സമ്മതിക്കത്തില്ലെന്ന് പറയും. ചായ കൊള്ളാവോ എന്ന് ചോദിക്കും. ആ, നന്നായിട്ടുണ്ട് മോളെ എന്ന് പറയും. ഹേമേ, കണ്ടോ നമ്മുടെ മോൾക്ക് എന്ത് മാറ്റം ഉണ്ടെന്നുള്ളത്. അവിടെ കുറച്ച് നാളും കൂടി നമ്മുടെ മോള് നിന്നാൽ നല്ലൊരു പാചകക്കാരിയാവുമല്ലോ എന്ന് രാജീവ് പറയും. അപ്പോഴത്തേക്കൊരു ആ, ചായ നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേക്കും അതേ, ഞാൻ മുമ്പൊക്കെ ചായ ഇടുമ്പോഴേ ഒട്ടും ശരിയാവത്തില്ല. 10-30 റിഹേഴ്സൽ കഴിഞ്ഞു. ഞാൻ കൊള്ളാതെ ചായ ഇട്ട് കൊടുത്താലും അവിടെ എല്ലാവരും പറയും നന്നായിട്ടുണ്ടെന്ന് പറയും. ആരും കുറ്റം പറയത്തില്ല. അങ്ങനെ ചെയ്ത് അവസാനം ഞാൻ തന്നെ ഇട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം. അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ടേസ്റ്റ് എനിക്ക് ചായ ഇടാൻ പറ്റിയെന്ന് പറയും. കൊള്ളാമല്ലോ ഹേമേ, ഇതാ കണ്ടോ, നീ ഇത്രയും നല്ലൊരു ചായ എനിക്ക് ഇനിയും വിട്ട് തന്നിട്ടുണ്ട്. ആഹാ, കൊള്ളാമല്ലോ, മോള് ചായ ഇട്ട് തന്നപ്പോൾ ഞാൻ ഇട്ട ചായ കൊള്ളത്തില്ലെന്നാണ്. ഇത്രയും ടേസ്റ്റുള്ള ചായ നീ എനിക്ക് ഇതിനും വിട്ട് തന്നിട്ടില്ലെന്ന് പറയും. അതേ, ഞാൻ ടേസ്റ്റ് കൂട്ടി ചായ ഇട്ട് തന്നാലേ നിങ്ങൾ മണിക്കൂർ ചായ ചോദിക്കും. അതുകൊണ്ടാണ് ടേസ്റ്റ് കുറച്ചിട്ട് തരുന്നതെന്ന് പറയും. അല്ല, സാന്ദ്രേട്ടത്തി ഒന്നും പറഞ്ഞില്ലല്ലോ, നന്നായിട്ടുണ്ട് നിധി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. സാന്ദ്രേട്ടത്തി മിണ്ടാതിരുന്നപ്പോൾ ഞാൻ കരുതി ടീ കൊള്ളത്തിലായിരിക്കും. അല്ല. അങ്ങനെ അവരെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് അരുണ് വരുന്നത്. അരുൺ ചെറുതായിട്ട് കാലൊക്കെയൊന്നും ഞൊണ്ടിയാണ് വരുന്നത്. അപ്പോൾ ചോദിക്കും, എന്തു പറ്റി അരുണേട്ടാന്ന് പറഞ്ഞ് സാന്ദ്ര ഓടിച്ചെല്ലും. ആ, അതോ, ഇന്നലെ ലോഡ് ഇറക്കിയ സമയത്ത് ഒരു കെട്ട് വന്ന് വീണായിരുന്നു കാലിലോട്ടെന്ന് പറയും. സൂക്ഷിക്കണ്ടേ എന്ന് രാജീവ് പറയും. ആ, സൂക്ഷിച്ചതാ, പക്ഷേ പെട്ടെന്ന് ലോഡ് ഇറക്കാൻ ആൾ കുറവാണ്ട് ഞാനും കൂടി ചെന്നായിരുന്നു പറയും. നിനക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. അതൊന്നും വേണ്ട അച്ഛാ. ഹേം പറയും, നിൻ്റെ സ്വന്തം കാലം, നിനക്ക് ഞാൻ ശ്രദ്ധയില്ലാതിരുന്നാലോ, കാല് നീര് വന്ന് പൊങ്ങത്തില്ല, പിന്നെ നടക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ആ സമയത്താണ് നിധിയും സുധീഷും കൂടി വരുന്നത്. എന്തു പറ്റി അരുണേട്ടാ? അവൻ്റെ കാലിൽ ഇന്നലെ ലോഡ് ഇറക്കിയ സമയത്ത് വെയിറ്റ് വന്ന് വീണെന്ന് പറഞ്ഞു. നമുക്കൊരു എക്സ്റേ എടുക്കാം, അവന് എല്ലിനെങ്ങാനും പൊട്ടലോടോന്ന് അറിയത്തില്ലോ എന്ന് പറയും. അപ്പോൾ സുധീഷ് പറയും, കുഴപ്പമൊന്നും കാണത്തില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നടക്കാൻ പറ്റത്തില്ല, നീരൊക്കെ വെക്കുമെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പം കുറച്ച് നേരം കൂടി നോക്കാം, നല്ല വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. അപ്പോഴേ രാജീവ് ചോദിക്കും, അല്ല ഇനിയിപ്പം നമ്മളെങ്ങനെ ഇന്ന് പോകും എന്ന്. അപ്പോഴേ അരുണ് പറയും, ഓ ശരിയാണല്ലോ, എന്താ അച്ഛാ ഇന്ന്? സാന്ദ്ര ചോദിക്കും. അത് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്ഥലത്ത് പോകണം, കുറച്ച് ക്യാഷിൻ്റെ ഇടപാടുള്ളതാണെന്ന് പറയും. അത് ഒത്തിരി ദൂരമുള്ളത്, ഇനിയിപ്പോൾ നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകണമല്ലോ, അത് 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ അച്ഛൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകാനോ? അതെന്തായാലും വേണ്ട അച്ഛാന്ന് സാന്ദ്ര പറയും. ആ, അത് ശരി, അച്ഛൻ അത്രയും ലോങ് റൂട്ടൊന്നും ഡ്രൈവ് ചെയ്ത് പോകണ്ടെന്ന് പറയും. അപ്പോൾ അരുണ് പറയും, അല്ല സുധീഷ് ഡ്രൈവറാണല്ലോ, സുധീഷ് പോട്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേക്ക് നിധി ഇങ്ങനെ നോക്കും, സുധീഷ് നോക്കും. ആ, അത് ഞാനങ്ങോട്ട് പറയാൻ വന്നത്, മോൻ എൻ്റെ കൂടെ ഒന്ന് വരാമെന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഞാൻ വരേണ്ട കാര്യം, എനിക്ക് കുറച്ചുകൂടി അക്കൗണ്ട്സൊക്കെ നോക്കാനുണ്ട്, മോനൊന്ന് പോയിട്ട് വരാൻ പറയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് സുധീഷ് അനിയനല്ലല്ലോ. പിന്നെ അപ്പം ഹേമോർ നമുക്ക് മാനേജറുടെ അടുത്ത് സംസാരിച്ച് നോക്കിയാൽ ഇതൊരു വളരെ കോൺഫിഡൻഷ്യലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മാനേജറെ നേപ്പിച്ച് ശരിയാവത്തില്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കാൻ പറയും. അപ്പോഴത്തേക്ക് സുധീഷിന് മനസ്സിലാവും എന്തോ ഒരു പണി വരുന്നുണ്ടെന്ന്. കുറേ ബാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് വേറെ ബാഗിനകത്തോട്ട് കുറച്ച് ഗോൾഡും ക്യാഷും എല്ലാം കൂടി എടുത്ത് വെക്കുകയാണ്. അത് കാണുന്ന സുധീഷ് ഇങ്ങനെ കണ്ണും തള്ളി നിൽക്കുകയാണ്. ഈ ബാഗ് ഞാൻ പറയുന്ന സ്ഥലത്ത് മോൻ എത്തിച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പോഴത്തേക്ക് സുധീഷിന് മനസ്സിലാവും ഇതെന്നെ കൊടുക്കാൻ എന്തെങ്കിലും ട്രാപ്പാണ്. കാരണം ആ പണവും സ്വർണവും കൂടി മിസ്സിങ് ആയെന്ന് പറഞ്ഞിട്ട് അത് നിധിയെടുത്ത് പറഞ്ഞിട്ട് അവർ തമ്മിൽ തെറ്റിക്കാനുള്ളൊരു ഉപായമാണെന്നുള്ളത് ഓടുന്ന പട്ടി കുരുമ്പഴം മുമ്പേ എറിയുന്ന കണക്ക് സുധീഷിന് അപ്പോഴേ അതിന് മനസ്സിലൊരു പദ്ധതി തോന്നും. അപ്പം അവരുടെ നിർബന്ധം സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നിധിയുടെ മുമ്പ് വെച്ച് എതിർക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സുധീഷ് മിണ്ടാതെ നിൽക്കും. അങ്ങനെ ബാഗ് കൊണ്ട് ചെന്ന് സുധീഷിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ വരെയാണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. ഇനി ആ ബാഗും കൊണ്ട് രാജീവ് ശങ്കർ പറയുന്ന സ്ഥലത്തോട്ട് സുധീഷ് പോകുമോ, അവിടെ വെച്ച് എന്തെങ്കിലും ഒരു മോഷണമോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശേഷങ്ങളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.